ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണ് റുട്ടീൻ, ഒരു വൈകുന്നേരത്തെ എൻ്റെ ഒരു റുട്ടീനാണ് കാണിക്കുന്നത്. റുട്ടീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് വേറെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. വൈകുന്നേരം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഒരു 5:45 ഞാൻ റൂമിലെത്തി കഴിഞ്ഞ് ജസ്റ്റ് ഫ്രഷായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറിയതാണ്. അങ്ങനെ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു, കഞ്ഞി വെക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ അങ്ങനെ വെള്ളത്തിലിടാറുണ്ട്. അപ്പോൾ അത് കുതിർന്ന് അതിൻ്റെ അഴുക്കൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പോകുമെന്ന് തോന്നി. അങ്ങനെ കറി വെക്കാൻ കടച്ചക്കയാണ് കിട്ടിയത്. കടച്ചക്ക പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. അങ്ങനെ അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി അത് അടുപ്പത്ത് വെക്കാനായിട്ട് കുക്കറിൽ 2 വിസിലടിച്ചാൽ മതിയല്ലോ, അങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ട് അത് വേവിക്കാൻ വെച്ചു. എന്നിട്ട് അപ്പോഴത്തേനും അരിയൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകി അരിയെല്ലാം ഇട്ടു. കടച്ചക്ക ഞാൻ വറുത്തരച്ച് വെക്കാനാണ് വിചാരിച്ചത്. ചേട്ടനോട് തേങ്ങ വാങ്ങിച്ചിട്ട് വരാനും പറഞ്ഞു. തേങ്ങ ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തേങ്ങ വാങ്ങിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കടച്ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് ലേറ്റ് ആകും, ഇനി ചേട്ടൻ വന്നിട്ട് വറുത്തരച്ച് വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല, കറി വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ മെഴുക്ക് വരട്ടണമെന്ന് വിചാരിച്ച്. മെഴുക്ക് വരട്ടിയാൽ അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാത്രിയിലത്തേനും പിറ്റേ ദിവസം ചേട്ടന് ചോറിനും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വറുത്തരച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എന്ത് ചെയ്തു, ഞാനെന്നാൽ പിന്നെ അതങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ട് ആ ഗ്യാപ്പിൽ മുരിങ്ങയിലയും കൊണ്ടിട്ടുണ്ടായിരുന്നേ. മുരിങ്ങയില നല്ലോണം വൃത്തിയാക്കി കഴുകി അതൊന്ന് ജസ്റ്റ് ഒന്ന് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. ഇത് ഒരു തട്ടിക്കൂട്ട് കറികളാണ്, കാണുമ്പോൾ മനസ്സിലാകും. അങ്ങനെ കാര്യമായിട്ട് കറികളൊന്നും വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് തട്ടിക്കൂട്ട് കറികളാണ് ഉണ്ടാക്കിയത്. അങ്ങനെ കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു. ഇതിന് മുരിങ്ങയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ട്, തേങ്ങയൊന്നും ഇട്ടില്ല, ജസ്റ്റ് അത് ഇട്ട് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ചെറിയുള്ളിയും കടുകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി അവസാനം ഇടുന്നുണ്ട്. അങ്ങനെ അതിട്ട് ഞാൻ നല്ലോണം വഴറ്റി അത് മൂടി വെച്ചു. പിന്നെ എന്താ ചെയ്യുക, ഇത് മാത്രം കൂടി കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എന്ത് വെക്കുമെന്നും പറഞ്ഞിട്ട് ആലോചിച്ചിരുന്ന് അപ്പോഴാണെന്നാൽ പിന്നെ ചെറുപയർ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലത്തെ കടലേൻ്റെ കുറച്ച് കൂടി ഉണ്ട്, അങ്ങനെ ചെറുപയർ വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പണിക്ക് പോയതാണ്. അപ്പോഴത്തേക്കും അത് അടുക്കി പിടിച്ചു, ജസ്റ്റ് കരിഞ്ഞു. എന്നാലും പിന്നെ അതിനേക്ക് തട്ടിക്കൂട്ടി ഇതാക്കി എടുത്തു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മുരിങ്ങയിലയുടെ പരുവം ഇതായി. പിന്നെന്താണ്, സത്യം പറഞ്ഞാൽ ഞാൻ കഴുകി വന്നപ്പോൾ കുറേ ഇല പോയി, പിന്നെ വഴറ്റി വന്നപ്പോഴത്തേക്കും അപ്പോഴും കുറേ ചെറുതായി പോയി. സംഭവം കുറച്ചേ ഉള്ളൂ, പിന്നെ 2 പേരേ ഉള്ളല്ലോ, അത് കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇപ്രാവശ്യം. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ചെറുപയർ വെള്ളത്തിലിട്ടു, അത് വേവിച്ചെടുത്ത്. ജസ്റ്റ് വലുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, ജസ്റ്റ് അത് കടുക് താളിച്ച് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കടുകെല്ലാം താളിച്ച്, അങ്ങനെ ഇത് തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതായത് വീട്ടിൽ പോയിട്ട് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ പോയിട്ട് തിങ്കളാഴ്ച വന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കാര്യമായിട്ട് പച്ചക്കറിയോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കിയത്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ലേശം മുളക് പൊടി ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചൂട് കൂടുതലായിരുന്നു, അങ്ങനെ അത് കരിയാൻ തുടങ്ങി കേട്ടോ, നല്ലോണം കരിഞ്ഞ്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, അത് കറി അവസാനം ആയപ്പോഴത്തേക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അതങ്ങനെ ഇട്ടപ്പോഴത്തേക്കും പുകഞ്ഞു വന്നു. എൻ്റെ അമ്മയെ എനിക്ക് ചുമച്ചിട്ട് വയ്യായിരുന്നു, ശ്വാസം മുട്ടൽ പോലെയായി. അപ്പം അതുമല്ല ചെറുപയർ കുറച്ചും കൂടി വേകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങനെ ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ച് എടുത്തപ്പോഴത്തേക്കും കറി സെറ്റായി. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ചോറും ചെറുപയർ കറിയും, പിന്നെ രാവിലത്തെ കടലക്കറിയാണ്. അത് നല്ലോണം വറ്റിച്ച്